വലിയ നിരാശയും ഒക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. ഓരോ ദിവസവും ഈ രക്ഷാദൗത്യം പൂർത്തിയാകുമ്പോൾ നിങ്ങളും അവിടെ നിന്ന് പങ്കുവയ്ക്കുന്ന കണ്ടിരിക്കുന്നവർക്കുമൊക്കെ നാളെയാകും, നാളെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ചെറുതായെങ്കിലും നിലനിൽക്കുന്നു. ഇതിപ്പോൾ 7ാം ദിവസം ഈ സമയമായി 4 മണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ ഈ തിരച്ചിലിനൊക്കെ അനുകൂലമാണോ? വീണ്ടും പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിലേക്ക് തന്നെ പോവുകയാണോ? ഒരു എത്തും പിടുത്തവും കിട്ടാത്ത അവസ്ഥ അല്ലേ? നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനും കഴിയാത്തൊരു സ്ഥിതിയല്ലേ? ദേവ്ഷേ, തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷകൾ ആയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഈ വാർത്തയെ സമീപിക്കുന്നത്, നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഒട്ടും എന്താ പറയാ, ഒരു പോസിറ്റീവായിട്ടുള്ള ലീഡ് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഇനി ഉണ്ടാവില്ല എന്നും കൂടിയല്ല. ഏതായാലും ഇന്ന് രാവിലെ 2 സിഗ്നലുകൾ ലഭിച്ചു. റഡാർ കൊണ്ടുവന്നുള്ള പരിശോധനയിൽ രാവിലെ 2 സിഗ്നലുകൾ ലഭിച്ചു. ആ 2 സിഗ്നലുള്ള സ്ഥലത്തെ മണ്ണ് ഏതാണ്ട് പൂർണ്ണമായി മാറ്റി, പാറക്കല്ലുകളൊക്കെ മാറ്റിയെന്നാണ് AK അഷ്റഫ് MLA അല്പം മുമ്പ് പ്രതികരിച്ചത്. ഏതായാലും അവിടെ നമുക്ക് കണ്ടെത്താനായില്ല. ഇനി മറ്റൊരു 3ാമത് ഒരു സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതായത് രാവിലെ പറഞ്ഞ പുഴയോട് ചേർന്നിട്ടുള്ള ആ തീരത്തിന്റെ ഭാഗം, അതായത് മണ്ണിടിഞ്ഞതിന്റെ വലതു ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഏതായാലും അവിടെ കൂടി മണ്ണ് പരമാവധി നീക്കി പരിശോധിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ ഇനി അതിനുശേഷം മുഴുവൻ ശ്രദ്ധ പുഴയിലേക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും എന്നാണ് രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ ഈ MLA പറയുന്ന, ഏകോപനം നടത്തുന്ന ആളുകൾ പറയുന്നത്. ഇന്നലെ തന്നെ മന്ത്രി കൃഷ്ണ ബൈരേഗൌഡ പറഞ്ഞ ഒരു കാര്യം, പുഴയിലേക്ക് ലോറി വീഴാനാണ് സാധ്യത കൂടുതൽ. ഈ മണ്ണിൽ ലോറി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. 90% മണ്ണ് അവിടെ നിന്ന് മാറ്റി എന്നൊക്കെയാണ് MLA പറഞ്ഞത്. പക്ഷേ മണ്ണ് അത്രയധികം ഒന്നും മാറ്റിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഈ രക്ഷാപ്രവർത്തകർക്ക് സിഗ്നൽ ലഭിച്ച ഭാഗങ്ങളിലെ മണ്ണ് ഇന്ന് നീക്കം ചെയ്തപ്പോൾ അവിടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ലീഡും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ 3ാമത്തെ സ്ഥലത്താണ് പരിശോധന നടത്തുന്നത്. ഇന്നലെ ഇടതുവശത്ത് ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് റോഡിനോട് ചേർന്നുള്ള പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് നടത്തിയ പരിശോധനയിലും കാര്യങ്ങളൊന്നും കണ്ടെത്താനായില്ല. ഏതായാലും പുഴയിൽ നമ്മൾ ഈ ആകാശ ദൃശ്യങ്ങളൊക്കെ കാണാം. പുഴയുടെ നടുക്ക് ഒരു മൺതിട്ടകൾ, 1-2 മൺതിട്ടകൾ വന്നിട്ടുണ്ട്. ആ മൺതിട്ടകൾ കൂടി ഇനി പരിശോധന നടത്തണം. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ആ മൺതിട്ടകളിലെ പരിശോധനയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പുഴയിൽ വല്ലാത്തൊരു കുത്തൊഴുക്കൊക്കെയുണ്ട്. ഇടയ്ക്ക് കാലാവസ്ഥ അനുകൂലമല്ലാത്തൊരു സ്ഥിതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒക്കെ, ഈ പ്രതികൂല സാഹചര്യത്തിലൊക്കെ അവിടത്തെയും പരിശോധന മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ അവസ്ഥയിൽ ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ കാര്യമായിട്ടുള്ള ലീഡൊന്നും ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ അല്ലെങ്കിൽ പരമാവധി ശ്രദ്ധ പുഴയിലെ പരിശോധനയ്ക്കൊക്കെ പോവേണ്ടി വരും. നേരത്തെ തന്നെ NDRFന്റെ ആദ്യം നേവി വന്നപ്പോൾ പുഴയിലാണല്ലോ ആദ്യം നേവിയുടെ ശ്രദ്ധയുണ്ടായിരുന്നത്. പിന്നീടാണ് ഈ സിഗ്നൽ കിട്ടിയതും GPS ലൊക്കേഷനും. ഇതൊക്കെ സത്യത്തിൽ ഇതിൽ വൈദഗ്ധ്യമുള്ളവരുടെ അഭിപ്രായങ്ങളുമുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൽ വൈകാരികമായി ഇതിനെ കാണുമ്പോൾ പറയുന്ന കാര്യം, പിന്നെ പലവിധ അഭിപ്രായങ്ങളാണ് സത്യത്തിൽ വരുന്നത്. അത് അവിടെ ഉള്ളവർക്കാണ്. നിങ്ങൾക്ക് കൃത്യമായി അവിടെ എന്താണ് നടക്കുന്നത്, എത്രമാത്രം ദുഷ്കരമാണ് അവിടുത്തെ പ്രവർത്തികൾ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അലംഭാവമുണ്ടോ എന്നൊക്കെ പറയാൻ കഴിയും. പുറമേ നിന്നിങ്ങനെ നമ്മൾ സത്യത്തിൽ സോഷ്യൽ മീഡിയയിലുമൊക്കെ നമ്മൾ ഒരുപാട് പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാവരും മനുഷ്യന് വേണ്ടിയുള്ള തെരച്ചിലാണ്, നമ്മുടെ അർജുന് വേണ്ടിയുള്ള തെരച്ചിലാണ്. ഒരുപാട് മനുഷ്യർ അവിടെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊരു വാസ്തവമാണ്. പിന്നെ ആദ്യ ഘട്ടത്തിലൊക്കെ എന്തെങ്കിലും പാളിച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ജീവനാണ് നമുക്ക് തിരിച്ചു പിടിച്ചേ മതിയാവുക എന്നാണ്. ശരിക്കും ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ നമുക്ക് സൂചന കിട്ടിയില്ല, അല്ലെങ്കിൽ GPS ലൊക്കേഷൻ വെച്ച് ഉടമ മനാഫ് ഒക്കെ പറഞ്ഞതൊക്കെ വെച്ചുള്ള എല്ലാ സ്ഥലങ്ങളും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പരിശോധന പൂർത്തിയാക്കിയോ? ഇനി ഒരേ ഒരു ഇടം എന്നത് ഈ പുഴയിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമോ? ഇല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ പരിശോധന പൂർത്തിയാക്കിയിട്ടില്ല. 3ാമത്തെ സ്ഥലത്ത്, അതായത് സിഗ്നൽ കിട്ടിയ ഇന്ന് 3ാമത്തെ സ്ഥലത്താണ് ഇന്ന് പരിശോധന നടത്തുന്നത്. ആദ്യത്തെ 2 നമുക്ക് കാര്യമായിട്ടുള്ള ലീഡ് കിട്ടിയിട്ടില്ല എന്നുള്ളത് MLA തന്നെ പറയുകയും ചെയ്തു. ഏതായാലും 3ാമത്തെ സ്ഥലത്തെ പരിശോധന, മണ്ണുമാറ്റിയുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ പുഴയിൽ പരിശോധന നടക്കുന്നില്ല എന്നല്ല പറയുന്നതിനർത്ഥം. സമാന്തരമായി പുഴയിൽ NDRFന്റെയും
നേവിയുടെയും ഒക്കെ പരിശോധന പുഴയിൽ നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, മൺതിട്ടയ്ക്ക് മുകളിൽ ആളുകൾ കയറി നിന്ന് പരിശോധനകൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രതിസന്ധി എന്നുള്ളത്, ഈ പുഴയുടെ മുകളിലേക്ക് നമ്മൾ ഈ മൺകൂര കാണുന്നുണ്ട്. പുഴയ്ക്ക് നല്ല ആഴമുണ്ട്, പ്രത്യേകിച്ച് അഴിമുഖത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം. അഴിമുഖത്തിലേക്ക് അധികം കിലോമീറ്റർ ഒന്നും ഇവിടെ നിന്നില്ല. അതായത് റോഡ് മാർഗം പോവുകയാണെങ്കിൽ തന്നെ 15 കിലോമീറ്ററിൽ താഴെയൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ പുഴ ഒഴുകുന്ന വഴിയാകുമ്പോൾ അതിന്റെ ദൂരം കുറയുകയും ചെയ്യും. ഏതായാലും ആ സമയം, അതായത് ആ ഭാഗങ്ങളിൽ ആഴം കൂടും. അതുകൊണ്ട് അത്രയും മണ്ണ് താഴേക്ക് ഈ പുഴയുടെ ഉള്ളിൽ, ആ നടുവിൽ അത്രയും മണ്ണ് താഴേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ മോൾഭാഗമാണ്, അതിന്റെ ടിപ്പാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ എത്രയധികം താഴേക്ക് പോയിട്ടുണ്ടാകും. അതിന് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച്, അവിടെ റഡാറൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനകൾ അവിടെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നുമുണ്ട്. ഏതായാലും ഏതെങ്കിലും തരത്തിലൊരു റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരൊക്കെ ഉള്ളത്. നമുക്ക് ഈ മണ്ണിടിച്ചിൽ എത്ര ഭീകരമാണ് എന്ന് മനസ്സിലാവുന്നതിന് ഏറ്റവും ഉദാഹരണം, രാവിലെ KV രാഹുൽ പോയിരുന്നു പുഴയ്ക്ക് അക്കരയിൽ നിന്ന് ചില കാഴ്ചകൾ പ്രേക്ഷകർക്ക് പങ്കുവച്ചിരുന്നു. അതായത് 500 മീറ്ററെങ്കിലും അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് ഈ ഒരു വീടിന്, പുഴയോരത്തുള്ള മറുകരയിലുള്ള വീടിന് മുകളിലേക്ക്, അതായത് അതിന്റെ ഒരു ഓടിട്ട വീടാണെങ്കിൽ അതിന്റെ മുകൾ നില വരെ വെള്ളം കയറി ആ വീട് അവിടെ നാമാവശേഷമായ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. മൊത്തത്തിൽ ആ ഭാഗം, ഒരു 4-5 വീട് ആ ഭാഗത്തുണ്ടായിരുന്നു, അത് മുഴുവൻ ഇല്ലാതായി. 10-15 ആളുകളൊക്കെ പരിക്കുകളൊക്കെ പറ്റിയ ആശുപത്രിയിലാണ്. അത്രയും കാഴ്ചകളും ഇതിന്റെ മറുകരയിലുണ്ട്. ഈ കുന്നിടിഞ്ഞ ഈ ഭാഗത്ത് മാത്രമല്ല, അതിന്റെ അപ്പുറത്തെ കരയിലും വല്ലാത്ത തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അവിടുത്തെ ആളുകളുടെ പ്രതികരണത്തിൽ നോക്കി 15 ആളുകളൊക്കെ ആശുപത്രിയിലാണ്, 1-2 പേരെ കാണാതായതൊക്കെ ആണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഏതായാലും ഔദ്യോഗികമായി 3 പേർക്ക് വേണ്ടിയാണ് തിരച്ചിൽ നടത്തുന്നതെങ്കിൽ പോലും ഒരുപാട് പേർ ഇനിയും കാണാതായിട്ടുണ്ട്. തിരച്ചിൽ പുഴ കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതിനോടൊപ്പം ഈ നേരത്തെ ഒരു ടാങ്കർ അപകടത്തിൽപ്പെട്ട വിവരം ഉണ്ടായിരുന്നു. ആ ടാങ്കർ ഒഴുകി വരുന്നൊക്കെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ടാങ്കറൊക്കെ കരയിലേക്ക് കയറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായോ? അതോ പൂർണ്ണമായിട്ടും ഈ തെരച്ചിലാണോ ഇപ്പോൾ ദൗത്യസംഘം ഉള്ളത്? ആ ദൃശ്യങ്ങൾ കുറച്ച് പഴയതാണ്. അതായത് ചൊവ്വാഴ്ച ആണ് ഈ അപകടമുണ്ടാവുന്നത്. അതിന് പിറ്റേ ദിവസം ബുധനാഴ്ച തന്നെ ഈ ദൃശ്യങ്ങൾ നമ്മൾ അന്ന് തന്നെ പങ്കുവച്ചിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അന്ന് തന്നെ ഈ ടാങ്കർ ആ ഭാഗത്ത് നിന്ന്, ടാങ്കർ ഒരു ഭാഗത്തും ലോറി മറ്റൊരു ഭാഗത്തായിരുന്നു. അതിൽ നിന്ന് ഗ്യാസ് ലീക്ക് ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പുഴയിലെ വെള്ളം കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കരുതെന്ന് ജില്ലാ കളക്ടർ പറയുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും അത് അന്നത്തെ ദൃശ്യങ്ങളാണ്. ഇന്നിപ്പോൾ ആ ടാങ്കർ കരയ്ക്ക് കയറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കുറച്ച് അല്പം മാറിയാണ് അന്ന് കാണുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. ഒരു മത്സ്യത്തൊഴിലാളി അതിൽ ലീക്കേജ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നൊരു കാഴ്ചയൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുകയും ചെയ്യാം. ഏതായാലും ഇത്തരത്തിൽ ഒരു ടാങ്കർ ലോറി ഒഴുകി പോകുന്നു. അതുപോലെ തന്നെ ആ കടയിലുണ്ടായിരുന്ന ഒരു കാർ ഒഴുകി പോകുന്നു, ഇരുചക്ര വാഹനങ്ങൾ ഒഴുകി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ആളുകൾ അത്രയും ഈ മണ്ണിനടിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ ഈ സർക്കാർ സംവിധാനങ്ങളെ ഔദ്യോഗിക രേഖകളിൽ 7 പേർ മരിച്ചു, 3 പേരെ ഇനി കാണാനില്ല. അതിൽ ഒരാൾ നമ്മുടെ അർജുനാണ് എന്നുള്ളത് മാത്രമാണ്. ഏതായാലും ചില ഡ്രൈവർമാർ ഈ അവസരങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. ഈ ലക്ഷ്മൺ നായിക്കിന്റെ കട എന്നുള്ളത് തന്നെ സ്വാമിയുടെ കട എന്നാണ് ആ കട അറിയപ്പെടുന്നത്. ഈ ലക്ഷ്മൺ നായിക്കിന്റെ കടയിൽ ലക്ഷ്മൺ നായിക്കുണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്, അതുപോലെ തന്നെ ഒരു മുത്തശ്ശിയുണ്ട്, മറ്റ് സഹായത്തിന് സ്ത്രീയുണ്ട്, ഒരു 40-45 വയസ്സ് പ്രായമുള്ള വേറൊരു ഫുഡൊക്കെ ഉണ്ടാക്കാൻ, ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ ഒരു വ്യക്തിയുണ്ട്. ഇതുകൂടാതെ ആ കടയിൽ എല്ലാ സമയത്തും 10-25 ആളുകൾ ഉണ്ടാകാറുണ്ട് എന്നാണ് ചില ഡ്രൈവർമാരൊക്കെ ഇന്ന് രാവിലെയൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. അതായത് ഫോണിൽ പല ആളുകളും നമ്മളിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ ചില സാധ്യതകളുണ്ട്. ആ ലോറി ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതാണ് ശ്രീധരൻ നേരത്തെ നമ്മൾ വിളിച്ച ജില്ലാസും ടോണി അവരൊക്കെ പറഞ്ഞത്. അതിൽ ടോണിയൊക്കെ പറഞ്ഞ അവിടെയുള്ള ഒരു 6 വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ അവർക്കറിയാം. കാരണം എല്ലാ ആഴ്ചയും എന്ന വണ്ണം അതിലേക്ക് കടന്നു പോകുന്നതാണ്, ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും അവിടെ നിർത്തുന്നതാണ്. അവിടെ എല്ലാവരെയും അറിയാമായിരുന്നു എന്നാണ്. അപ്പോൾ അവരൊക്കെ അപകടത്തിൽപ്പെട്ടതും വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്.